പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വർഷാരംഭത്തിലെ ആദ്യ സമ്മേളനം എന്ന നിലയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. ഈ വർഷത്തെ സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. നാളെയാണ് പൊതുബജറ്റ്. തൗഫീഖ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. തൗഫീഖ്, ഇന്നിപ്പോൾ ആദ്യ സമ്മേളനമാണ് ഈ വർഷം തുടങ്ങിയതിന് ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപനം, അതായത് രാഷ്ട്രപതി അടക്കം അഭിസംബോധന ചെയ്യും ഇരുസഭകളെയും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സഭയിൽ എന്തൊക്കെ നടക്കാനാണ് സാധ്യത, അതോടൊപ്പം തന്നെ എന്തൊക്കെയായിരിക്കും ബജറ്റ് പ്രതീക്ഷകൾ? സ്നേഹ, ഇന്ന് 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കും. ഇരുസഭകളെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. ഇതോടെയായിരിക്കും സഭാ നടപടികൾക്ക് തുടക്കം കുറിക്കുക. നാളെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരിക്കും ഈ ബജറ്റ് അവതരിപ്പിക്കുക. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളുള്ളത്. അവർ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളും കടന്നു പോകുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്കെല്ലാം ഈ ബജറ്റോടുകൂടി ഒരു പരിഹാരമാകുമോ എന്നുകൂടി നോക്കിക്കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കുന്നത്. അതുകൊണ്ട് നാളെ എന്തായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടാണ്. GPC കഴിഞ്ഞ ദിവസമായിരുന്നു വഖഫ് ഭേദഗതി ബില്ലിന്റെ റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സഭക്കകത്തുണ്ടാകും. ഈ ബജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് പാസാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. എന്നാൽ അതിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ബജറ്റുമായി JPC-യുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ കരട് ഭേദഗതി ബില്ലെല്ലാം സഭയിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13-ന് അവസാനിക്കും. അതിനുശേഷം മാർച്ച് 10-ാം തീയതി രണ്ടാം ഘട്ടം ആരംഭിക്കുകയും ചെയ്യും.